ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രൊഡക്റ്റീവ് നൈറ്റ് വ്ളോഗ് അഥവാ ഒരു സ്ക്രാപ്പ് ബുക്കിംഗ് വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു സ്ക്രാപ്പ് ബുക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്യാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണ്. അങ്ങനെ പിന്നെ വേഗം തിരിച്ച് വീട്ടിൽ തന്നെ എത്തി. അപ്പോൾ തന്നെ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ പണിയിലോട്ടിരിക്കുകയാണ്, കാരണം നാളെ രാവിലെ കൊടുക്കാനുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഒരു ബേസ് ജസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നോർമൽ പേജ് സ്റ്റിക്ക് ചെയ്ത് ബൈൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു മെത്തേഡല്ല. നമ്മൾ ബേസിൽ ഇങ്ങനെ സ്ക്രാപ്പ് ബുക്കിംഗ് റിങ് യൂസ് ചെയ്തിട്ട് അതിൽ പേജസ് അറ്റാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസ് റെഡിയാക്കാൻ കുറച്ച് പണിയുള്ളതുകൊണ്ടും ആ ഒരു പരിപാടി എനിക്ക് ഇത്തിരി മടിയായതുകൊണ്ടും അത് ഞാൻ ഏകദേശം രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി പരിപാടികൾ പേജസൊക്കെ കട്ട് ചെയ്യുക, അതിൽ ഫോട്ടോസൊക്കെ ലേ ഔട്ട് ചെയ്ത് ഒട്ടിക്കുക എന്നുള്ള അങ്ങനെ എന്താ പറയുക ഒരുപാട് സമയം എടുക്കുന്ന പരിപാടികളാണ് ഇനിയുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എനിക്കിഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ പ്ലേ ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ വർക്ക് ചെയ്യാറുള്ളത്. നമുക്ക് പെട്ടെന്ന് ബോറടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ എനിക്കിഷ്ടപ്പെട്ട യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ പ്ലേ ചെയ്തിട്ട് അങ്ങനെ അത് കണ്ടുകൊണ്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മളിതേ ഫോട്ടോസൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരുപാട് നമ്പർ ഓഫ് ഫോട്ടോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മിനി സ്ക്രാപ്പ് ബുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവർ ഓരോ പേജസിലും ഏതൊക്കെ ഫോട്ടോസാണ് വെക്കേണ്ടത്, പിന്നെ അതേപോലെ ഓരോ ഫോട്ടോസിനുള്ള ക്യാപ്ഷൻസും അവർ തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അത് എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പേജ് ഓരോന്നും ലേ ഔട്ട് ചെയ്യുന്നതും അതിനുള്ള ക്യാപ്ഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ തന്നെ തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ആ പണി ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞിട്ടുള്ള ക്യാപ്ഷൻസും പിന്നെ അതിനോട് സ്യൂട്ടായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കാനുള്ള ഒരു പരിപാടിയാണുള്ളത്. അപ്പോൾ ടേബിളൊക്കെ അതേ ആകെ മെസ്സായിട്ടുണ്ട് കേട്ടോ, ഫുള്ള് കട്ടിങ്ങും പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ ഫോട്ടോസ് കട്ട് ചെയ്യലും പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഇതേ സമയം ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വേഗം പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് എന്നിട്ട് വേണം എനിക്ക് കിടക്കാൻ. ഇന്നെന്തായാലും ഒരുപാട് ലേറ്റാവും. അങ്ങനെ പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് വന്നു. അപ്പോഴേക്കും ഞാൻ ഓരോരോ അതിൽ അറ്റാച്ച് ചെയ്യാനുള്ള പേജസ് അതിൻ്റെ ഒരു സൈസിനനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരാണ് കേട്ടോ സെലക്ട് ചെയ്തത്. ഒരു ഗോൾഡ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് നമ്മൾ ചെയ്യുന്നത്. ബേസിന് പുറത്ത് ഫുള്ളായിട്ട് നമ്മൾ ഗോൾഡൻ പേപ്പറാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫുള്ളായിട്ടൊരു ബ്ലാക്ക് തീമിലാണ് നമ്മൾ പേപ്പേഴ്സ് എല്ലാം ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ റിങ്ങിൻ്റെ ഇത് നോക്കിയിട്ട് പേപ്പറിലൊക്കെ പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്, ഹോള് പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതൊക്കെ പഞ്ച് ചെയ്ത് കൊടുത്തു. അങ്ങനെ പിന്നെ അതിലേക്കുള്ള ക്യാപ്ഷൻസും സ്റ്റിക്കേഴ്സും ഒക്കെ കട്ട് ചെയ്ത് വെച്ച് അതിലൊക്കെ ഡബിൾ സൈഡ് ടേപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ കട്ടിയുള്ള ടൈപ്പ് ഓഫ് ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്യാറുള്ളത്. അതാകുമ്പോൾ നമുക്ക് അതിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 3D എഫക്റ്റ് പോലെ ഫീൽ ചെയ്യുമല്ലോ. അങ്ങനെ പിന്നെ ബ്ലാക്കിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഗോൾഡൻ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്ന കുറച്ച് പേജസും കൂടി അതിൻ്റെ ഇടയിലായിട്ട് ആഡ് ചെയ്യുന്നുണ്ടോ. അത്യാവശ്യം കുറച്ച് ഇങ്ങനെ നമ്മൾ റിങ് വെച്ചിട്ട് ബൈൻഡ് ചെയ്യുമ്പം നമുക്ക് അത്യാവശ്യം പേജസ് അതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്ക്രാപ്പ് ബുക്കിംഗ് ചെയ്യുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ ഒരുപാടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊന്നും പറഞ്ഞു തരാത്തത്. നിങ്ങൾക്ക് ഒരുപാട് പേരുടെ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലുള്ള കുറേ വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാത്തത്. ഇതൊരു മിനി സ്ക്രാപ്പ് ബുക്കാണ് കേട്ടോ. നമ്മൾ പേജസൊക്കെ ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാനൊരു ബ്ലാക്ക് പേപ്പർ പിന്നെ അങ്ങനെ ഒരു വൈറ്റ് ഗോൾഡ് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ ബ്ലാക്ക് പേപ്പറിൽ നമ്മൾ ഹോൾ ചെയ്തത് വെച്ച് നോക്കിയിട്ട് എല്ലാത്തിലും അങ്ങനെ സെയിം ഇതിൽ ഹോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ പഞ്ച് ചെയ്യണം, കാരണം ഹോൾ മാറി പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ 3 റിങ്ങാണ് ബേസിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഡിസ്റ്റൻസ് നോക്കിയിട്ട് 3 ഹോൾസാണ് ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ അതേ ഹോളിടലും പരിപാടികളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഓരോ പേജസും വെച്ചിട്ട് അതിലേക്കുള്ള ഫോട്ടോസും സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കസ്റ്റമർ അവരുടെ ഫോട്ടോ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസും അങ്ങനെ അവരുടെ പ്രൈവസിയും അവർ കാണിക്കരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓരോ പേജിൻ്റെയും ലേ ഔട്ടും കാര്യങ്ങളൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്തിട്ട് എല്ലാം ഇങ്ങനെ റിങ്ങിൽ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല ടയേർഡും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ഇതേ നമ്മുടെ സ്ക്രാപ്പ് ബുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സ്ക്രാപ്പ് ബുക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ലാപ്പും കാര്യങ്ങളൊക്കെ ഓഫാക്കി ഞാൻ പെട്ടെന്ന് തന്നെ പോയി കിടന്നിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞൊരു കോട്ട് തന്നെയായിരുന്നു നമ്മൾ കവർ പേജിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ സ്ക്രാപ്പ് ബുക്ക് വരുന്നത്. ഉള്ളിൽ കാണിക്കാൻ എനിക്ക് ഇതില്ല, കാരണം അവർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഉള്ളിലുള്ള ഒന്നും കാണിക്കുന്നില്ല. ഇതാണ് പുറത്തെ ഒരു ലുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ന് തന്നെ പോയിട്ട് അവരുടെ അടുത്ത് കൊടുക്കണം. അവർ നമ്മളിവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ പാക്ക് ചെയ്തിട്ട് വേഗം രാവിലെ തന്നെയാണ് കേട്ടോ, വേഗം അതൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാനിത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ദേ സ്റ്റോപ്പിലെത്തിയ പാടത്തിന് ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് ഞാൻ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. അവരവിടെ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വേഗം കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം അതെടുത്ത് പോയതായിരുന്നു. അങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് എത്തി, അവരുടെ അടുത്ത് കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.